subscribe now and press the bell icon. Never miss an update. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് എവിടെയാണ്? ദുബായ് റിഗ ദേറ. അപ്പോൾ ഈ സ്ഥലത്തിൽ പെടില്ലേ? ദേറ റിഗ അല്ലേ? അപ്പോൾ ഇവിടുത്തെ നൈറ്റ് ലൈഫ് എടുക്കാൻ വേണ്ടി വന്നതാണ്. വെറുതെ ഇങ്ങനെ ഒരു നടത്തും അല്ലേ? ഓക്കെ, നല്ല അടിപൊളി സ്ഥലമാണ് കണ്ടിടത്തോളം. അപ്പോൾ പിന്നെ എന്തായാലും വ്ലോഗിയായിരിക്കാൻ തോന്നിയില്ല. കണ്ട കാര്യങ്ങൾ ഫുഡ് സ്ട്രീറ്റാണ്. കണ്ട കാര്യങ്ങൾ എന്തായാലും നിങ്ങളെ കൂടി കാണിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ കാണാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കൂടുതൽ വരുന്നത് റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ഫുഡ് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അറിയപ്പെടുന്നത് അല്ലേ? പിന്നുള്ളത് എന്താ പറയുക, സലൂണ്, പക്ഷേ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ആണ്. റെസ്റ്റോറൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു അടിപൊളി വൈബിലുള്ള സാധനം വന്നിട്ടുണ്ട്. ഇങ്ങനെ ഹ്യൂമിഡിറ്റി പോരാത്തതിന് നാളെ ഇതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്ക് കുറവാണ് കാണുന്നത്. ഫിലിപ്പീൻസിൻ്റെ ഒരു മാർക്കറ്റ് ഇവിടെ കൂടുതലും ഫിലിപ്പൈൻസ് ആണ് ഇതിന്റെ ബാക്കിലൊക്കെ സ്റ്റേ ചെയ്യുന്നത്. അവിടെ പിന്നെ കുറച്ച് മിസ്റ്റുകളും പിന്നെ കുറച്ച് ആഫ്രിക്കൻസ്. അല്ല, അപ്പോൾ അവരുടെ ഒരു മാർക്കറ്റ്, പ്രത്യേകിച്ച് ഒരു മാർക്കറ്റ് ഉണ്ട് എന്നല്ല പറഞ്ഞേ? അത് കുറച്ച് അപ്പുറത്താണ്. അത് നമ്മൾ അപ്പുറത്തെ സൈഡ് കിടക്കും. അപ്പോൾ നൈറ്റ് മാർക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ റോഡിന്റെ ഓപ്പോസിറ്റ് വേറെ മാർക്കറ്റ് ഉണ്ട് വരുന്നത്. നമ്മളിപ്പോൾ എവിടെക്കാ പോകണത് ശരിക്കും? നമ്മൾ നേരെ സ്ട്രൈറ്റ് പോയിട്ട് പിന്നെ യൂട്ടേൺ അടിക്കും. അപ്പുറത്തെ സൈഡ് കറങ്ങും. ഫിലിപ്പീൻസിൻ്റെ മാർക്കറ്റിൽ തന്നെ. അപ്പോൾ നമുക്ക് അത് ലക്ഷ്യം വെച്ച് നടന്നു നോക്കാം. അടിപൊളി ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലേ? നല്ല സ്മെല്ലും. അതെല്ലാം ഫിലിപ്പീനി ഫുഡാണ്. അപ്പോൾ ഓരോ റോഡും ചെറിയ ചെറിയ റോഡുകൾ ക്രോസ് ചെയ്യുന്നുണ്ട് നമ്മളല്ലേ? ചെറിയ ചെറിയ സ്ട്രീറ്റുകളായിട്ട്. ഒരു സ്ട്രെയിറ്റ് സ്ട്രീറ്റ് ആണെങ്കിലും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കണ്ടത് കുറച്ച് ആക്ടിവിറ്റീസാണ്. ഗെയിംസ്, കാര്യങ്ങൾ, ജ്യൂസ്, ഐസ്ക്രീം, ഇവരുടെ മെഷീൻ കേട്ടിട്ടുണ്ടല്ലേ? താങ്ങൂല. പിന്നെ അതവിടെ റിഗ മാർക്കറ്റിൽ തന്നെ ക്ലോസ് ഔട്ട് പറഞ്ഞ ഷോപ്പുണ്ട്. ഷോപ്പിന്റെ പ്രത്യേകത എന്താണ്? അവിടെ നമ്മൾ യൂസ്ഡ് ഷൂസ് എല്ലാം കിട്ടും. യൂസ്ഡ് ഷൂസ് ആണ് ഇവിടെ സെയിൽ ചെയ്യാൻ നല്ല ബ്രാൻഡ് സാധനം. യൂസ്ഡ് ആയിരിക്കും, പക്ഷെ ചെറിയ പൈസ. 55 ദിർഹംസിനൊക്കെ നല്ല യൂസ്ഡ് ഷൂസ്. അത് നമ്മൾ സെലക്ട് ചെയ്തെടുത്താലും 55 നമ്മൾ നോക്കിയെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചെറിയ യൂസ് ചെയ്തൊക്കെ കിട്ടും. ചെറിയ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ എന്തെങ്കിലും പഴക്കം ചെന്നിട്ട് ആരെങ്കിലും ഒക്കെ ഒഴിവാക്കിയതായിരിക്കാം അല്ലേ? എന്തായാലും ഇവിടെ സെലക്ട് ചെയ്തിട്ടല്ലേ ഡിസ്പ്ലേ കൊടുക്കുക. പക്ഷെ ഒക്കെ ക്ലീൻ ആയിരിക്കും. നല്ല വാഷ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട്. അതായത് 55 ദിർഹം മുതലാണ് സ്റ്റാർട്ടിങ്. പിന്നെ അപ്പുറത്ത് 79, 99 എന്നൊക്കെ കാണുന്നുണ്ട്. അത് നോർമലാണ്. അത് നോർമലി ഫ്രഷ്. ഇവിടെ ഫ്രണ്ടിൽ വെച്ച് മാത്രമേ ഉള്ളൂ. ഓഹോ, വെറൈറ്റി ഫുഡ്സ് ബേക്കറിയാണ് സംഭവം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഡൈനിങ് ഏരിയ വരുന്നത് ഇതേപോലെ നല്ല അടിപൊളി ആംബിയൻസിലാണ് സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഈ ഒരു ഷോപ്പല്ല, ഈ ഒരു ഏരിയയിലുള്ള ഷോപ്പ് മൊത്തം ഇങ്ങനെയാണല്ലേ? കംപ്ലീറ്റ് ആംബിയൻസ്. 90% ഷോപ്പിന് പുറത്ത് ഒരു ഡൈനിങ് ഏരിയ. അതായത് ഒരു വാക്കിംഗ് ഏരിയ അല്ലെങ്കിൽ ഫുഡ് പാത്ത് എന്ന് പറയുന്നത് ഒരു സെൻറ്ററിൽ കൂടിയാണ് പോകുന്നത്. ഷോപ്പും ഡൈനിങ് ഏരിയയും തമ്മിൽ സെൻറ്ററിൽ ഗ്യാപ്പുണ്ട്. ഇതിപ്പോൾ ഞങ്ങളിവിടെ നിന്നിട്ട് തന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു സംഭവം അങ്ങനെ മിസ്സായി കൊണ്ടിരിക്കുന്നത്. കണ്ടോ? ഇങ്ങനെയുള്ളവരൊക്കെ കണ്ടിട്ടാണ് ഇതൊരു പ്രാധാന്യമായിട്ടും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്.
സംഗതി ഈ ഒരു പൈസ ഷോപ്പ് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഡോളിന് വാങ്ങി പോവാം. പക്ഷെ ഇതൊരു വാശിയാണ്, ഒരു സ്പിരിറ്റാണിത്. ഇവിടെ ഇതില്ല, ഇതാടാ ബ്ലോക്കാ. ആ 5 ഇതൊരു ദിർഹല്ലേ? 5 ദിർഹം ഉണ്ടോ? 5 ദിർഹത്തിനൊക്കെ ഡോള് കിട്ടുമോ? ഷോപ്പിൽ നിന്ന് കിട്ടൂലേ? എൻ്റെ അമ്മോ, വീണ്ടും ഞാനിപ്പോ ആലോചിക്കണം എന്താ അറിയോ, ഇങ്ങനത്തെ ഒരു കിയോസ്കി അമ്മ കൂട്ടാലോ എന്നാണ്. എൻ്റെ അമ്മോ, എത്ര നേരമായില്ലേ? ലാസ്റ്റ് വൺ. ആ മെഷീൻ എന്തൊക്കെ കാര്യമായിട്ട് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞത്. വീഡിയോ യാ. Your name? Your name? Name? Yeah. പേര് വരെ മറന്നു ഗെയിം കളിച്ചിട്ട്. Are you from Indonesia or Philippines? China. ഓഹോ. ഓക്കെ. ആ ആൾക്കൊന്നും കിട്ടിയിട്ടുണ്ട്. മുമ്പ് കിട്ടിയതാണല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞത്. മറ്റൊന്നല്ല, പല എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താ പറയുക, എൻജോയ് ചെയ്യണം ഇവർ അല്ലേ. ശരിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 4-5 ദിർഹമൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഡോളൊക്കെ ഷോപ്പിൽ നിന്ന് കിട്ടും ഇല്ലേ? ആ പക്ഷെ അതാ പറഞ്ഞത്, ഇവർക്കൊക്കെ ഇതൊരു ക്രൈസായിട്ട് ഇവർ ഇപ്പോൾ ഒരു ഡോള് കണ്ടില്ലേ അവരുടെ കയ്യിൽ, ആ ഡോള് എന്നൊക്കെ പറഞ്ഞാൽ മുമ്പ് കിട്ടിയെന്ന് പറഞ്ഞാൽ മുമ്പ് 2 കിട്ടി. അപ്പോൾ അങ്ങനെ ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ പിന്നെ ഇതിനോടുള്ള ത്രില്ല് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളവിടെ കണ്ടത്. അപ്പോൾ അതുപോലത്തെ ഇനിയും ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാം ഞങ്ങൾ കാണിക്കും. സജാദേ, പണി നൈസായിട്ട് പാളിയോ എന്നൊരു ഡൗട്ട്. മാർക്കറ്റെല്ലാം ക്ലോസ് ആയി. അത് സമയത്തിൻ്റെ ആണോ സന്ദർഭത്തിൻ്റെ ആണോ സാഹചര്യത്തിൻ്റെ ആണോ? ഈ ടൈമിൽ അത് സീസൺ ഔട്ടാണ്. അതായത് ഇവിടെയാണ് ശരിക്കും നമ്മുടെ ഫിലിപ്പൈന് മാർക്കറ്റ് വരേണ്ടത് അല്ലേ? ഫിലിപ്പൈൻസ് മാർക്കറ്റ് പക്ഷെ സീസൺ അല്ലാത്തതുകൊണ്ട് അവർ അടുത്ത 4 മാസം കഴിഞ്ഞിട്ട് ഓപ്പൺ ആകും. ഏകദേശം അത് തണുപ്പ് നവംബർ ഡിസംബർ ജനുവരി ഒക്ടോബറിൽ ഓപ്പൺ ആകും. ആ അപ്പോൾ കൂടെ തണുപ്പ് തുടങ്ങും, അവർ ഓപ്പൺ ആകും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കായിട്ടാണ് നിലകൊള്ളുന്നത്. അതും ആക്റ്റീവ് ആണോ എന്നറിയില്ല. സ്നൂക്കർ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പല കാര്യങ്ങളും കാണാനുമുണ്ട്.
കാണാതിരിക്കാനുമുണ്ട്. എന്തായാലും പുതിയൊരു വീഡിയോയിൽ പരമാവധി കാണിക്കാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ കാണിക്കും. അപ്പോൾ അതുവരേക്കും ടാറ്റ.